അനുമോൾ കിച്ചൺ ടീമിലാണോ? തീർച്ചയായും അവിടെ അടിപൊട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അതുതന്നെയാണ് ഇതാ ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. ഇന്നും കിച്ചണിൽ മുടിഞ്ഞ അടി തന്നെയായിരുന്നു. ഇന്ന് അനുമോളും അനുമോളുടെ ഉറ്റ സുഹൃത്തുക്കളായ ആദിലയും നൂറയുമായിട്ടായിരുന്നു ഇന്ന് അനുമോളുടെ ഫൈറ്റ് ഉണ്ടായിരുന്നത്. പാചകം ചെയ്ത ആൾ തന്നെ വിളമ്പണമെന്നുള്ള ഒരു റൂളോട് കൂടിയാണ് അനുമോൾ സഞ്ചരിക്കുന്നത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ തന്നെ കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇനി ഞാൻ കിച്ചണിൽ കയറില്ല, ഭക്ഷണം ഉണ്ടാക്കില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ. ഇതുവരെ അനുമോൾ പലതവണയാണ് കിച്ചൺ ടീമിൽ വന്നതിന് ശേഷം ബഹളമുണ്ടാക്കി ടീം മാറിയിരിക്കുന്നത്. അനുമോൾ കിച്ചണിലാണോ അവിടെ അടി നടക്കുക എന്നത് പതിവായ കാര്യമാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ എല്ലാവർക്കും ഈക്വലായി കറി വിളമ്പാത്തതിന്റെ പ്രശ്നമായിരുന്നു ഇന്ന് ഉടലെടുത്തത്. ചില ഹൗസ്മേറ്റ്സിന് കുറച്ച് ചോറ് മാത്രം മതിയായിരുന്നു. ആ സമയം അനുമോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കറിയും പയറുമെല്ലാം വളരെ കുറവിൽ തന്നെ ഇട്ടുകൊടുത്തു. ആ സമയം അവർ വീണ്ടും ചോദിച്ചു വാങ്ങിയപ്പോൾ അനുമോൾ പറയുന്നത് കുറച്ച് ചോറല്ലേ ഉള്ളൂ, അപ്പോൾ ഇത്രയും മതി എന്നായിരുന്നു. എന്നാൽ ഇതിന് ഓപ്പോസിറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ആദില സംസാരിച്ചത്. ആദില പറഞ്ഞു, ഒരാൾക്ക് ഒരു ഉരുളയിൽ എത്ര പയർ വേണമെന്ന് ആ ആളാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ നീയല്ല. എല്ലാവർക്കും കറി വിളമ്പുമ്പോൾ അത് ഈക്വലായി തന്നെ വിളമ്പണമെന്നായിരുന്നു അനുമോളോട് പറഞ്ഞിരിക്കുന്നത്. അനുമോൾ സത്യം പറഞ്ഞാൽ ആ സമയം എല്ലാവർക്കും ഓംലേറ്റ് ഇട്ട് കൊടുക്കുന്ന തിരക്കിലായിരുന്നു. ആ സമയം അധികാരത്തിലേറ്റെടുത്ത് ചോറ് വിളമ്പിയത് ആദിലയായിരുന്നു. ചോറ് വിളമ്പിക്കഴിഞ്ഞതിന് ശേഷം കറികൾ വിളമ്പാനായി പാത്രമെടുത്തപ്പോൾ അനുമോൾ അത് തടയുകയായിരുന്നു. അനുമോൾ പറഞ്ഞു, കറികളെല്ലാം ഞാൻ വിളമ്പിക്കോളാം, ഞാനല്ലേ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. ആ സമയം ആദില ചോദിച്ചു, എന്താ കറികൾ ഞാൻ വിളമ്പിക്കഴിഞ്ഞാൽ പ്ലേറ്റിലേക്ക് വീഴില്ലേ എന്ന്. അങ്ങനെ ഇതൊന്നും കേൾക്കാതെ അനുമോൾ സർവ് ചെയ്യുവാൻ വേണ്ടി തുടങ്ങി. ആ സമയം ചില ആളുകൾക്ക് കുറവും ചില ആളുകൾക്ക് കൂടുതലുമായിരുന്നു. അനുമോൾ ചോറിനനുസരിച്ചിട്ടാണ് കറികളും പയറുപ്പേരിയുമെല്ലാം വിളമ്പിക്കൊണ്ടിരുന്നത്. എന്നാൽ മറ്റുള്ള ഹൗസ്മേറ്റ്സ് എല്ലാം ഇത് ചോദ്യം ചെയ്തു, എന്താണ് അവർക്ക് കൂടുതൽ വിളമ്പിയത്, എന്താണ് ഞങ്ങൾക്ക് കുറവ് വിളമ്പിയതെന്ന്. ആ സമയം അനുമോൾ പറഞ്ഞു, നിങ്ങൾക്ക് ചോറ് കുറവായതുകൊണ്ടാണ് കുറച്ച് കറിയും തോരനുമെല്ലാം വിളമ്പിയിരിക്കുന്നതെന്ന്. അപ്പോൾ ആദിലയും മറ്റുള്ള ഹൗസ്മേറ്റ്സും പറഞ്ഞു, കറികളും തോരനുമെല്ലാം വിളമ്പുമ്പോൾ എല്ലാവർക്കും ഈക്വലായി വിളമ്പണം. ചോറ് കുറവാണെന്ന് വിചാരിച്ച് അവരുടെ റേഷൻ നീ കുറയ്ക്കാൻ നീ ഇത് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്ന് പറഞ്ഞുകൊണ്ട് അടി തുടങ്ങിയതാണ്. ആദിലക്ക് നന്നായി തന്നെ അനുമോളുടെ സ്വഭാവത്തിൽ ദേഷ്യം വന്നിട്ടുണ്ട്. അനുമോളോട് പറയുന്നതൊന്നും അനുമോൾ അങ്ങോട്ട് കേൾക്കുന്നില്ല. അങ്ങനെ കുറച്ച് പിടിയും വലിയുമെല്ലാം ആയപ്പോൾ കുറച്ച് തോരനെല്ലാം പുറത്ത് കളഞ്ഞു പോവുകയുണ്ടായി. അവസാനം എല്ലാവർക്കും മുഴുവൻ തോരനും വിളമ്പിക്കഴിഞ്ഞതിന് ശേഷം ആരോടും മിണ്ടാതെ ഒരു കോർണറിൽ പോയി അനുമോൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആ സമയം തന്നെ ആദില പറയുന്നുണ്ട്, ഇനി പ്രേക്ഷകർക്ക് മുന്നിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുത്തോ, നീ വെറും നാടകക്കാരിയാണ്. ആ പൂമരത്തിന്റെ ചോട്ടിൽ നിന്നുകൊണ്ട് പ്രേക്ഷകർക്ക് മുന്നിൽ അങ്ങോട്ട് കരഞ്ഞോ എന്നൊക്കെയായിരുന്നു ആദില പറഞ്ഞിരുന്നത്. എന്തായാലും ഇനി ഞാൻ കിച്ചണിൽ കുക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അനുമോൾ. അനുമോളുടെ സ്ഥാനത്തേക്ക് നെവിൻ കയറുവാൻ പോവുകയാണ്. നെവിനോടാണ് ഇന്ന് ബാക്കിയുള്ള ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കുവാൻ വേണ്ടി മറ്റുള്ള ഹൗസ്മേറ്റ്സ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഉറ്റ സുഹൃത്തുക്കൾ തമ്മിൽ നല്ല അടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഈ വഴക്ക് എത്ര നേരം നീണ്ടു നിൽക്കുമെന്നുള്ളത് കണ്ടറിയാം. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.